നമ്മുടെ ഉള്ളിലുള്ള ഭഗവതിയെ നമ്മൾ ഉള്ളിലേക്ക് തിരഞ്ഞു പോവുക. അന്തർയാഗം എന്ന് പറയും. അത് സാധാരണക്കാരെ കൊണ്ട് അത് പറ്റത്തില്ല. അത് നമ്മുടെ ഉള്ളിലുള്ള ഭഗവതിയെ നമ്മൾ ഉള്ളിലേക്ക് തിരഞ്ഞു പോവുക. വലിയൊരു സങ്കല്പമാണ്. അതെ. മകളെന്ന് പറയൂ. ഞാൻ പറയുന്നത് ത്രിപുരസുന്ദരിയെ പരാശക്തിയെ ഞാൻ മകളെന്ന് പറയണമെന്ന് അങ്ങനെ തന്നെ പറയുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ്. ഞാൻ പറഞ്ഞ എൻ്റെ മകളെ അല്ല സൃഷ്ടിച്ചത്, ഞാൻ മേരു പരാശക്തിയെ സൃഷ്ടിച്ചു. അല്ല, അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോഴും പറഞ്ഞു. ഇപ്പം ഇവരുടെ ഒരു ഗൂഢ ലക്ഷ്യം എന്തായിരുന്നു അറിയാം? അവിടെ അമ്മ ജപം തപസ്സിരുന്നിട്ട് അമ്മയ്ക്ക് വള്ളി ദർശനം കിട്ടിയിട്ടില്ല. ആ അമ്മ സുബ്രഹ്മണ്യൻ്റെ ഒരു കാര്യം വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ പക്ഷേ ഇതൊക്കെ പിന്നീടാണ് അറിയുന്നത്. മറ്റുള്ള കാര്യങ്ങൾ ശരിയാകുന്നില്ല, ആരോഗ്യ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, വാർക്കുന്നത് ശരിയാകുന്നില്ല, മെഴുകുന്ന 2 സുബ്രഹ്മണ്യ യന്ത്രം ചെയ്ത് എൻ്റെ അമ്മ പറഞ്ഞു ഇത് ആർക്കും കൊടുക്കരുതെന്ന് പറഞ്ഞു. ഇത് ഈ രഹസ്യം നിങ്ങൾക്ക് മാത്രമേ അറിയൂ, വേറെ ആർക്കും കൊടുക്കരുതെന്ന്. ചേട്ടാ, ഈ മേരു ഉണ്ടാക്കുന്ന പ്രസ്ഥാനങ്ങളെ പറ്റി ഒന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു തരാൻ കഴിയുമോ? 5 പ്രസ്ഥാനങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. 3 പ്രസ്ഥാനങ്ങളെന്ന് പറയുന്നത് 5 പ്രസ്ഥാനങ്ങളുണ്ട്. ഭൂപ്രസ്ഥാനം, കൈലാസ പ്രസ്ഥാനം, മേരു പ്രസ്ഥാനം, കൂർമ്മ പ്രസ്ഥാനം, പാതാള പ്രസ്ഥാനം. ഇത് ഓരോരുത്തരുടെ പരമ്പര അനുസരിച്ചും ഒക്കെയാണ് ഇത് നിശ്ചയിക്കുന്നത്. ഗുരുവാണ് നിശ്ചയിക്കുന്നത്. പിന്നെ ഈ മേരു പ്രസ്ഥാനത്തിൽ 2 എണ്ണം, പൂർണ്ണമേരും അർദ്ധമേരും. അർദ്ധമേരുവിൽ 3 തിരിവ്, അത് പാതി വരെ വരിക. അതായത് ഇപ്പം നമ്മുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ 4 ഇഞ്ച് ചതുരമാണെങ്കിൽ 2 ഇഞ്ച് ഉയരം. ഇത് 3 തിരിവിൽ ഏതിനും 2 ഇഞ്ച് വരെ വരത്തുള്ളൂ. അത് ഒരു മേരു വെച്ചൊന്ന് പറഞ്ഞുതരാമോ? ചെറിയൊരു മേരു വെച്ച്. ഇത് പൂർണ്ണമേരുവാണ്. ഇതിപ്പം 27 യവം. ഇതിൻ്റെ പകുതി വരും, 13.5 യവം വരും ഇവിടെ. അർദ്ധമേരു എന്ന് പറയുമ്പോൾ ഈ 13.5 യവം പൂർണ്ണം, ഈ ബിന്ദു, ഭൂപുരം മുതൽ ബിന്ദു വരെ ഈ 13.5 യവത്തിലേ വരും. ഇപ്പം ഇഞ്ചായിട്ട് പറഞ്ഞാൽ ഇപ്പം 4 ഇഞ്ച്, 2 ഇഞ്ചിൽ പൂർണ്ണമായിട്ട് നിൽക്കും. അപ്പോൾ ഇതൊന്ന് കുറുകും. 4 ഇഞ്ച് എന്നുള്ള 2 ഇഞ്ചാകുമ്പോൾ ഇതെല്ലാം ഒന്ന് കുറുകും. അതാണ് അർദ്ധമേരു. പിന്നെ ഇതിൽ തന്നെ ഈ ഭൂപുരം വരച്ചെടുക്കുക. ഇതിലെ അഷ്ടകോണ് വരെ ഉള്ളത് വരച്ചെടുക്കുക. വരച്ചെടുത്തിട്ട് ബാക്കിയുള്ള ത്രികോണങ്ങളെല്ലാം മേലോട്ട് നിൽക്കുക, പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക. പിന്നുള്ളൊരെണ്ണം ഇത് മുതൽ അഷ്ടതളം വരെ വരിക. പിന്നെ ഈ കോണുകൾ ഇവിടെ വരയ്ക്കുക, അതും അർദ്ധമേരു. അങ്ങനെ 3 തിരിവാണ്. പിന്നുള്ളത് പാതാള പ്രസ്ഥാനം. അത് ഇച്ചിരി അന്തർമുഖ സമാരാധ്യ എന്നുള്ളൊരു പ്രക്രിയ. അത് ആർക്കൊക്കെയാണ് വരുന്നത്? അത് സന്യാസിമാർ ഒക്കെയാണ് അത് കൂടുതലും. ക്ഷേത്രങ്ങൾക്കാകാം, അതുപോലുള്ള ക്ഷേത്രങ്ങൾക്കാകാം, സന്യാസിമാർ. കാരണം അതിൻ്റെ പൂജയും അതിൻ്റെ രീതികളുമൊക്കെ ഇച്ചിരി കഠിനമാണ്. നമ്മുടെ ഉള്ളിലുള്ള ഭഗവതിയെ നമ്മൾ ഉള്ളിലേക്ക് തിരഞ്ഞു പോവുക. അന്തർയാഗം എന്ന് പറയും. അത് സാധാരണക്കാരെ കൊണ്ട് അത് പറ്റത്തില്ല. അത് നമ്മുടെ ഉള്ളിലുള്ള ഭഗവതിയെ നമ്മൾ ഉള്ളിലേക്ക് തിരഞ്ഞു പോവുക. വലിയൊരു സങ്കല്പമാണ്. അതെ. അത് ഈ ചെറിയ കാര്യത്തിൽ, അതായത് അന്തർയാഗം എന്ന് പറയും. നമ്മൾ ശ്രീചക്രം, നമ്മുടെ ശരീരത്തെ ശ്രീചക്രമായി സങ്കല്പിച്ച് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവനെയാണ് നമ്മൾ ഭഗവതിയായി സങ്കല്പിച്ച് പോകുന്നത്. അത്രത്തോളം പോയവർക്ക് അന്തർയാഗം ആയിട്ട് ഇത് ശ്രീവിദ്യയിലെത്തി. യാഗം എന്ന് പറയുമ്പോൾ നമ്മൾ പൂജ ചെയ്യുന്നത് പോലെ. അതെ. അപ്പോൾ ഉള്ളിൽ നടക്കുന്നൊരു പ്രക്രിയ യാഗം പോലെ ഒരു പ്രക്രിയ. അത്രയും ചെന്നവർക്ക് മാത്രമേ ഇത് പ്രയോജനപ്പെടുത്തുള്ളൂ. പാതാള പ്രസ്ഥാനം. പാതാള പ്രസ്ഥാനത്തിൽ തന്നെ പൂർണ്ണ പാതാളമുണ്ട്, പിന്നെ അർദ്ധപാതാളം. അതായത് ഭൂപുരം മുതൽ കംപ്ലീറ്റ് താഴേക്ക് പോവുക. പിന്നെ അർദ്ധപാതാളം എന്ന് പറയുന്നത് അഷ്ടതളം വരെ വന്നിട്ട് കോണുകൾ മാത്രം താഴേക്ക് പോകുന്നു. അങ്ങനെ 2 തിരിവാണ്. അപ്പം അതും മിക്കവാറും സാധാരണക്കാരങ്ങനെ, അത് ഗുരുക്കന്മാർ പോലും അത് റെഫർ ചെയ്യാറില്ല. കാരണം അത്രത്തോളം ആ ശിഷ്യൻ്റെ തോതനുസരിച്ചാണല്ലോ ഗുരു അത് നിശ്ചയിക്കുന്നത്. അതങ്ങനെ പിന്നല്ലേ നമ്മൾ പരമ്പരയായിട്ട് വന്നെങ്കിൽ മാത്രമേ അത് പാടുള്ളൂ. ഞാനിപ്പം കാളി, പ്രത്യങ്കര, ബാല, ഇപ്പോൾ ഒരു ബാല വന്നിട്ടുണ്ട്, ശ്രീചക്രം.
ഇതെല്ലാം ഇതിൽ ചെയ്തിട്ടുണ്ട്, പാതാള പ്രസ്ഥാനത്തിൽ. ശരിക്കും പറഞ്ഞാൽ എല്ലാ പ്രസ്ഥാനവും ചെയ്തിട്ടുണ്ട്. 5 പ്രസ്ഥാനം, പിന്നെ 3 തിരിവ്, പാതാള പ്രസ്ഥാനത്തിലെ തന്നെ 2 തിരിവ്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭാഗ്യം ഭഗവതി തന്നിട്ടുണ്ട്. പിന്നെ കാളി, വാരാഹി, മാതങ്കി, ഷൺമുഖ യന്ത്രം, ചില സുബ്രഹ്മണ്യ യന്ത്രം എന്ന് പറയാനൊന്നും പാടില്ല. ഒരു പ്രാവശ്യം സുബ്രഹ്മണ്യ യന്ത്രം ചെയ്ത് ഒരുപാട് അനുഭവിച്ചു. സുബ്രഹ്മണ്യന് എങ്ങനെയാണ് മേരുവുമായിട്ട് ബന്ധപ്പെടുന്നത്? സുബ്രഹ്മണ്യ യന്ത്രം മേരു അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന്. സുബ്രഹ്മണ്യന് മേരു ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇല്ല, ഷൺമുഖ യന്ത്രമേ ഉള്ളൂ. അത് മേരുവായിട്ട് ചെയ്യാൻ പാടില്ലെന്നാണ്. അങ്ങനെ ഒരാൾ ഇതുപോലെ എന്നെ നിർബന്ധിച്ച്, അന്നെനിക്കത്ര വലിയ അറിവില്ലായിരുന്നു ഇതിനെക്കുറിച്ച്. അപ്പം ഞാൻ ഞങ്ങളുടെ മാതാജിയോട് ചോദിച്ചു, സുബ്രഹ്മണ്യ യന്ത്രം ചെയ്യണമെന്നൊരാൾ പറഞ്ഞത് അത് പാടില്ല എന്ന് പറഞ്ഞു, ആദ്യം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ പിന്നെ ശരി അങ്ങ് നിർത്തി. പിന്നെയും ചെന്നപ്പം മറ്റേ ആൾ എന്നോട് ആവശ്യപ്പെടുന്ന ആൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക, ചെയ്തു തരണം എന്ന്. അന്ന് എനിക്കിതിൻ്റെ ആ തീവ്രത അറിയത്തില്ല. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ആളിങ്ങനെ തൊന്തരവ് ചെയ്തുകൊണ്ടിരിക്കുക, എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ ഒന്നും ചെയ്തോട്ട് നമ്മൾ കണക്കൊന്നും ചെയ്യണ്ട, കണക്കൊന്നും ചെയ്യാൻ പാടില്ല, അവർ കണക്ക് തന്നാൽ ഒരെണ്ണം ചെയ്തു കൊടുന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞാൽ അവർ കണക്ക് തന്ന്. അപ്പോൾ കണക്ക് കിട്ടിയപ്പോഴേ എനിക്ക് മനസ്സിലായി തട്ടിക്കൂട്ട് കണക്കാണ്. പിന്നെ അവരോട് ചോദിച്ച് പിന്നെ ഒന്നുകൂടെ പുള്ളിയൊക്കെ വ്യത്യാസം വരുത്തി തന്നു. അങ്ങനെ ചെയ്ത് അന്ന് മുതൽ ദുരിതങ്ങൾ തുടങ്ങി അവർക്ക്, എനിക്ക്. കാരണം ഞാനത് ചെയ്യാൻ പാടില്ല. അങ്ങനെ അതവർക്ക് കൊടുത്തു. ഈ 1 വർഷക്കാലത്തോളം മറ്റുള്ള കാര്യങ്ങൾ ശരിയാകുന്നില്ല, ആരോഗ്യ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, വാർക്കുന്നത് ശരിയാകുന്നില്ല, മെഴുകുന്ന ചെയ്യുന്ന കംപ്ലീറ്റ് അങ്ങ് സ്റ്റക്കായി. പിന്നീട് എന്തോ ചെയ്തു? പിന്നെ രാശി നോക്കി സുബ്രഹ്മണ്യ കോപം വന്ന് കണ്ടു. അപ്പം അതിനുള്ള പരിഹാരം ഞങ്ങളുടെ മാതാജി ഗുരുവിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ എന്നും കണ്ടു. അങ്ങനെ ഞാൻ ഓടി അമ്മയുടെ അടുത്ത് ചെന്നു. അപ്പം ഞാൻ പറയുന്നത് പോലെ സുബ്രഹ്മണ്യ കോപം എന്ന് പറഞ്ഞാൽ അമ്മ ചിരിച്ചിട്ട് പറഞ്ഞു, ഇപ്പം മനസ്സിലായെന്ന്. ഞാൻ എന്തുകൊണ്ടാണ് ആദ്യം വേണ്ടാന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായി. ഇപ്പം അത് രുചിച്ച് അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലെന്ന്. അപ്പോൾ അതൊരു വലിയൊരു ഗുരുവായില്ല. ഞാൻ പറയാം അതേന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഇതിൻ്റെ പരിഹാരം എന്താണെന്ന് പറഞ്ഞാൽ അതുപോലെ ഒരെണ്ണം ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ വളരെ പെട്ടെന്ന് ചുരുങ്ങിയ ദിവസം കൊണ്ട് അതേപോലെ ഒരെണ്ണം ഉണ്ടാക്കി അമ്മയുടെ അടുത്ത് കൊണ്ട് കൊടുത്തു. അമ്മ അത് ജപിച്ചിട്ട് പറഞ്ഞ്, കയ്യിൽ വെച്ച് ജപിച്ചിട്ട് പറഞ്ഞ് പഴനിയിൽ സമർപ്പിക്കാൻ പറഞ്ഞു. സ്വിച്ചിട്ട പോലെ നമ്മുടെ സ്റ്റക്കായ കാര്യങ്ങളെല്ലാം വീണ്ടും ട്രാക്കിലായി. എന്നിട്ട് അമ്മ പറയുകയും ചെയ്തു, സുബ്രഹ്മണ്യന് ഈ കാണിച്ച യന്ത്രം അല്ല. ഞങ്ങളുടെ ആശ്രമത്തിൽ ഞങ്ങൾക്ക് സുബ്രഹ്മണ്യ മന്ത്രം ഉണ്ട്, അവിടെ നിന്ന് വരുന്നുണ്ട്. ഞങ്ങളുടെ പരമഗുരു സുബ്രഹ്മണ്യ ദർശനം കിട്ടിയിട്ടുള്ള ആളാണ്. ഞങ്ങളുടെ മാതാജി സുബ്രഹ്മണ്യൻ്റെ ഒരു പത്നി വള്ളി ശ്രീലങ്കക്കാരിയാണ്. അവിടെ അമ്മ ജപം തപസ്സിരുന്നിട്ട് അമ്മയ്ക്ക് വള്ളി ദർശനം കിട്ടിയിട്ടുള്ള ആ അമ്മ സുബ്രഹ്മണ്യൻ്റെ ഒരു കാര്യം വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ പക്ഷേ ഇതൊക്കെ പിന്നീടാണ് അറിയുന്നത്. അപ്പം അമ്മ തന്നെ പറഞ്ഞു, ഇത് ഇങ്ങനല്ല, ഇവിടെ സുബ്രഹ്മണ്യ പൂജ നടക്കുന്നത് ഇങ്ങനല്ല എന്ന് പറഞ്ഞ് എനിക്ക് വേറെ യന്ത്രം തന്നു. അങ്ങനെ വെള്ളിയിൽ ഇവിടെ പിന്നെ പൂജയ്ക്ക് ഉള്ളൊരു സുബ്രഹ്മണ്യ യന്ത്രം ആകെ ഇതായിരിക്കുകയാണ്, അപ്പോൾ വേറെ 2 എണ്ണം ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വെള്ളിയിൽ 2 സുബ്രഹ്മണ്യ യന്ത്രം ചെയ്ത് എന്നിട്ട് അമ്മ പറഞ്ഞു, ഇത് ആർക്കും കൊടുക്കരുതെന്ന് പറഞ്ഞു. ഇത് ഈ രഹസ്യം നിങ്ങൾക്ക് മാത്രമേ അറിയൂ, വേറെ ആർക്കും കൊടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ അത് ചെയ്തു കൊടുത്തു. എനിക്കറിയാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ അത് മേരുവായിട്ടല്ല, ഇതായത് ഭൂപ്രസ്ഥാനമായിട്ട് തകിടിൽ. പിന്നെ നമുക്ക് ചെയ്യുന്ന തകിടിൽ വാർത്തെടുക്കാൻ പറ്റുന്ന ഷൺമുഖ യന്ത്രം മാത്രമേ ഉള്ളൂ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുന്നത്. പിന്നെ ഇപ്പം അങ്ങ് ഈ പറഞ്ഞ ആൾ പിന്നെ അത് അയാൾക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി ഞാനത് ചെയ്തു കൊടുക്കാത്തതിന് എന്നോട് വലിയ ശത്രുതയൊക്കെ ഉണ്ടായി. ഇപ്പോഴേ തുടർന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ശത്രുക്കൾ ഈ രംഗത്ത് ഒരുപാടാണല്ലേ? ഭയങ്കര. എന്നെ സംബന്ധിച്ചാണ് കൂടുതലാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ശരിക്കും പറഞ്ഞാൽ ശ്രീവിദ്യയിൽ പണവും പ്രശസ്തിയും ഞാനിതൊന്നും ആഗ്രഹിച്ചില്ല. എനിക്കിത് പണം ഉണ്ടാക്കാനുള്ളൊരു വിദ്യ ആണെങ്കിൽ എനിക്കിതിൻ്റെ ഡൈ ചെയ്ത്, ഞാൻ എൻജിനീയറിംഗ് പഠിച്ചതാണ്, എനിക്കിത് ഡൈ ചെയ്ത് ഒരു ദിവസം ഒരു 30 മേരു വരെ നിർമ്മിച്ചെടുക്കാൻ സ്വർണ്ണപ്പണി പഠിച്ചതാണ്. ഇതിപ്പോൾ സ്വർണ്ണം പോളിഷ് ചെയ്യുന്നതൊക്കെ ഏറ്റവും നല്ല രീതിയിലാണല്ലോ. ഇത് പോളിഷ് ചെയ്തെടുക്കാൻ അറിയാം, എനിക്ക് മെഷീനറി എല്ലാം വർക്ക് ചെയ്യിക്കാൻ അറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഒരു 30 മേരു വരെ ചെയ്തെടുക്കാൻ എനിക്കറിയാം. പക്ഷെ ഞാൻ അങ്ങനെ പോകുന്നില്ല. എനിക്കിതൊരു ഉപാസനയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ശബരിമലയിൽ നിന്ന് ഇറങ്ങി ശ്രീവിദ്യയിലേക്ക് വന്നപ്പം ഇതെനിക്കൊരു ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്, ഒരു ഉപാസന. അതിനപ്പുറത്തോട്ട് പണം ഉണ്ടാക്കാനുള്ളൊരു വിദ്യയായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ തരുന്നുണ്ട് പണവും പ്രശസ്തി. ഇപ്പം ഇന്ത്യക്ക് പുറത്തും വേറെ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ശ്രീചക്രം
വരുന്നുണ്ട്. അത് ശരിക്കും പന്തളം മേരു എന്നാണ് അവർ പറയുന്നത്, പന്തളം. അപ്പം ഞാൻ ചോദിക്കും പന്തളം അല്ലേ എന്ന് ചോദിക്കും. ഒരു ഈ ഫേസ്ബുക്കിൽ നിന്നും മറ്റ് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഉള്ള നമ്പർ എടുത്തിട്ട് ഒരു ആദ്യം ചോദിക്കുന്നത് പന്തളത്തെ സുബ്രഹ്മണ്യാചാര്യല്ല. അതെ. പിന്നെ അപ്പം പറയും ഒന്നുമില്ല, നിങ്ങൾ ചെയ്ത് തന്നാൽ മതി എന്ന് പറയും. ഇപ്പം ഞാൻ മുമ്പൊക്കെ 30 ദിവസം 40 ദിവസം എന്നുള്ള ഡേറ്റിലാണ് എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഇത് ഇവർക്ക് വേണ്ടി ചെയ്യുമ്പം, ഉപാസകർക്ക് വേണ്ടി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ജന്മം പ്രാക്ടിക്കലി നടന്നു കഴിഞ്ഞു. ഇപ്പം ഞാൻ ജനിച്ചു കഴിഞ്ഞു. ഇപ്പം വീണ്ടും നമ്മുടെ ഒരു ശരീരം വീണ്ടും പുതുതായിട്ട് നിർമ്മിക്കുമ്പോൾ ഇവരുടെ ജനിച്ച ആ നാളും സമയവും ജനന സമയവും ഒക്കെ നോക്കിയിട്ട് വേണം ഇത് രണ്ടാമതൊരു ശരീരം നിർമ്മിക്കാൻ. നമ്മൾ ശരീരം നിർമ്മിക്കുമല്ലേ, ഇവരുടെ പ്രാണൻ ചെല്ലാനുള്ളൊരു ശരീരം നിർമ്മിക്കുക. അപ്പോൾ ഈ സമയം നോക്കിയിട്ട്, നല്ല മുഹൂർത്തം നോക്കിയിട്ട് മാത്രമാണ് ഇവരുടെ ശരീരത്തിൻ്റെ ബീജം മെഴുകി തുടങ്ങുന്നത്. അത് ആ മുഹൂർത്തം നോക്കിയിട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ അതാ പറഞ്ഞത്, ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെ തന്നെ പോകുന്നത്. ഇപ്പോൾ എനിക്കിത് പണം ഉണ്ടാക്കാനുള്ളൊരു വിദ്യയായിട്ട്, പണം ഉണ്ടാക്കാനുള്ളൊരു ഉപാധിയായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. പിന്നെ ആ തരത്തിൽ ഒരുപാട് പേര്, ഒരാൾ സ്ഥിരം എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അയാൾക്ക് ഈ സുബ്രഹ്മണ്യമേരു ചെയ്തു കൊടുക്കാത്തതിൻ്റെയാണ് മെയിൻ കാരണം. അയാൾ ഇങ്ങനെ, ഞാൻ ഇപ്പം തന്നെ 1300 മേളിലായി. ഇപ്പം വീട്ടിൽ ശരിക്കും എനിക്ക് വന്നൊരു 10-30 മേര് വാർത്തിട്ടേക്കുക. മെഴുകി ഞാൻ ഇനിയുണ്ട്, ഒരുപാട് മെഴുകി ചെയ്യാണ്ട്, ഓർഡർ വന്നതുണ്ട്, മെഴുകി തുടങ്ങാത്തതുണ്ട്. ഇപ്പം ഇതെല്ലാം നമ്മുടെ കൈ കൊണ്ട് നടക്കുക. പക്ഷേ ഒരാളിന് മാത്രം ഉള്ളൂ, വേറെ ആരും ഒന്നും പറയുന്നില്ല. ഇപ്പം ഞാൻ മേരു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് പൂർണ്ണ സൗഭാഗ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മോക്ഷത്തിനാണ് മേരു ചെയ്യുന്നത്. നഷ്ടപ്പെടുത്തുന്നൊരു വിദ്യയല്ലേ, എല്ലാം നഷ്ടപ്പെടുക. അല്ലാതെ ഭോഗം ഉണ്ടാകണം, അത് ഭഗവതി വേണം കൊടുക്കാൻ. ഇപ്പോൾ ഒരു വണ്ടി നിർമ്മിക്കുന്ന ഒരാൾ, ഒരു കമ്പനി, നിങ്ങളുടെ ശരീരത്തിനും സമ്പത്തിനും ഒരു കേടും വരത്തില്ല എന്ന് പറഞ്ഞാലല്ലോ വണ്ടി കൊടുക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. ഇത് ഭഗവതി ഈശ്വരനെ നമ്മൾ എങ്ങനെ കാണുന്നു അതുപോലെ കിട്ടത്തുള്ളൂ. അല്ല നമ്മൾ കൈയിരിക്കുന്ന കോടാലി വെള്ളത്തിൽ കളഞ്ഞിട്ട് സ്വർണ്ണ കോടാലി കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോയിരിക്കുന്നു എന്ന് പറഞ്ഞല്ല. ഇപ്പം അത് അങ്ങനെ ആ ഒരാൾ, അയാൾക്ക് സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നു കൊടുത്തില്ല, എൻ്റെ പേര് ഇപ്പോഴും എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു ചെങ്ങന്നൂരടുത്തൊരു തന്ത്രി ഉണ്ടായിരുന്നു, വെറും ഒരു പൊട്ടനെ പോലെ എന്നെ ആക്കുമായിരുന്നു. ശ്രീവിദ്യയിൽ ഞാൻ വന്ന കാലം. അപ്പം പുള്ളിയെ പരിചയപ്പെട്ടു. പുള്ളി അതിനൊരു കുറേ അറിവുകൾ കിട്ടുമായിരുന്നു. അപ്പം ഞാനങ്ങനെ പോയി കുറേ അറിവല്ലേ, ശ്രീവിദ്യയിൽ നമ്മൾ വന്നപ്പം ശ്രീവിദ്യ എന്നൊരു വലിയ പദ്ധതിയാണെന്നും ചില അറിവുകൾ കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് അവിടെ ചെന്ന്, അങ്ങനെ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ മകൻ എന്ന് പറഞ്ഞൊരാൾ, ഗുരുവിൻ്റെ മകൻ്റെ കൂട്ടുകാരനും ഗുരുവിൻ്റെ മകനും കൂടെ വന്നു ഈ ചെങ്ങന്നൂരുള്ള ആളിൻ്റെ ഇല്ലത്ത്, തന്ത്രിയുടെ അവിടെ വന്നിട്ട് മേരു കൈമാറുക. മേരു എങ്ങും കൊണ്ട് കൊടുക്കാറില്ല. ഒന്നാമത്തെ കാര്യം ഭഗവതിയെ സ്വീകരിച്ച് കൊണ്ടുപോകണമെന്ന്, അല്ല ഭഗവതി ഇവരുടെ വീട്ടുപടിക്ക് ചെന്ന് നിൽക്കണമെന്നല്ല. മേരു കൊണ്ടുവന്നത് ഞാനായിരിക്കുമല്ലോ, ഈ മേരും കൊണ്ടല്ലേ പോകുന്നത്. ഇവരുടെ വീട്ടുപടിക്ക് തിരക്കി ചെന്ന് കൊടുക്കേണ്ട കാര്യമില്ല, ഇവർ വന്ന് സ്വീകരിച്ച് കൊണ്ടുപോകാമെന്ന്. അങ്ങനെയാണ് അതിൻ്റെ തത്വം. അങ്ങനെ ഇപ്പോൾ വിഗ്രഹം ചെയ്യുന്നെങ്കിൽ അങ്ങനെ അവിടെ നിന്ന് സ്വീകരിച്ച് കൊണ്ടുപോകണമെന്ന്. അപ്പം അങ്ങനെ ഇയാൾ പറഞ്ഞു അവിടെ കണ്ടു ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടു ചെന്നു. അപ്പോൾ അന്ന് എനിക്ക് ഈ ബൈപ്പാസ് സർജറി കഴിഞ്ഞിരിക്കുക. എനിക്ക് ഭക്ഷണമൊക്കെ, ചില എണ്ണയൊന്നും പാടില്ല, എല്ലായിടത്തും ഞാൻ കഴിക്കത്തില്ല. പിന്നെ അതുപോലെ ഭക്ഷണത്തിന് മുമ്പ് മരുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ ചെന്നപ്പം ഇവർ ഭക്ഷണത്തിന് വിളിച്ചു. അതിന് മുമ്പേ മേരു കൈമാറ്റം ചെയ്തപ്പം അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ്റെ മോൻ പറയുക, അപ്പം പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അമ്മയാണ്, ഒരു കുറവും വരാതെ നോക്കണം. അമ്മയ്ക്ക് അറിയാമല്ലോ, ശ്രീചക്ര ദർശനം പോലും എത്രയോ യാഗങ്ങൾ ചെയ്യുന്നതിനും അപ്പുറമാണ് ഒരു ശ്രീചക്ര ദർശനം. അത് കയ്യിൽ വരിക എന്ന് പറഞ്ഞാൽ എത്രയോ തലമുറ കൈമാറാനുള്ളതാണ്. അപ്പം നമ്മളിന്ന് തുടക്കം കുറിക്കുക. അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരു ലോപവും ഇല്ലാതെ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഈ ആൾ എന്ന് പറഞ്ഞ്, കോഴിക്കോട്ടുള്ള ആൾ എന്ന് പറഞ്ഞ് അമ്മ എന്ന് പറയരുതെന്ന്. ഞാൻ പറഞ്ഞു പിന്നെന്ത് മകളെന്ന് പറയുമെന്ന്. ഞാൻ പറഞ്ഞു ത്രിപുരസുന്ദരിയെ, പരാശക്തിയെ ഞാൻ മകളെന്ന് പറയണമെന്ന് ചോദിച്ചു. അങ്ങനെ തന്നെ പറയുമെന്ന്. കാരണം ഇദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ്. ഞാൻ പറഞ്ഞു എൻ്റെ മകളെ അല്ല സൃഷ്ടിച്ചത്, ഞാൻ മേരു പരാശക്തിയെ സൃഷ്ടിച്ചത്. അല്ല അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുമെന്ന് ഇപ്പോഴും പറഞ്ഞു. ഇപ്പം ഇവരുടെ ഒരു ഗൂഢ ലക്ഷ്യം എന്തായിരുന്നറിയാം, ഞാൻ ഒരു മാസം ഒരു 7-8 മേരു കൊടുക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ, അല്ലെ പുറത്തുള്ള പലർക്കായിട്ട്. അപ്പം ഞാനിങ്ങനെ മകളെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാനൊരു വിഡ്ഢിയായില്ലേ.